ഞങ്ങളിത് പാർക്ക് ചെയ്യാൻ വേണ്ടി നോക്കണം. നമുക്കിത് പാർക്ക് ചെയ്യാൻ പറ്റില്ല. വീട്ടിൽ പാർക്ക് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഒന്നും പാർക്ക് ചെയ്യാൻ പറ്റില്ല. വേറെ കൂടുതൽ ഇൻട്രോ പറഞ്ഞൊന്നും ഞാൻ ആരെയും പൊളിക്കാൻ പോകുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. ഞാൻ എന്തായാലും ചത്തട്ടില്ല. കാരണം നിങ്ങൾ എൻ്റെ ലാസ്റ്റ് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം അതിനകത്ത് ഞാൻ കാണിച്ചു കൂട്ടിയിട്ടുള്ള കാര്യങ്ങളല്ല. സോ അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞാൽ ആരെയും ബോർ അടിപ്പിക്കുന്നില്ല. ഇന്ന് നമ്മൾ ഇവിടെ ചെയ്യാൻ പോണ കാര്യത്തിന്റെ ടൈറ്റിൽ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതാണെങ്കിൽ എത്ര ക്രേസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ അതിന്റെ ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ കാര്യമാണ് നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത്. സോ ബേസിക്കലി നമുക്ക് എന്താണെങ്കിലും പാള കണ്ടുപിടിക്കണം. കാരണം അത് കണ്ടുപിടിച്ചില്ലെങ്കിലും ശരിയല്ല. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് എന്റെ ലാ കറക്റ്റ് ആയിട്ട് വരുന്നില്ലെന്ന്. എനിക്ക് ലാ പറയാൻ എനിക്ക് അറിയില്ല. സോ അതുകൊണ്ട് ആ കാര്യം വിട്ടേക്ക്. വരും നമുക്ക് പാള കണ്ടുപിടിക്കും. ഇവിടെയൊക്കെ നിറച്ച് കുറ്റിക്കാടാണ്. ക്യാമറമാൻ കറക്റ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യും. ഇന്നലെ അവർ ഫോക്കസ് വിട്ടു. ഓക്കെ. ഓ മൈ ഗോഡ്, നിങ്ങൾ കാണുമ്പോൾ ഇത് ഭയങ്കര ക്ലീഷയായിട്ട് വിചാരിക്കാൻ സാധ്യതയുണ്ട്. വേറെ ഒന്നുമല്ല, നമ്മൾ വന്നപ്പോൾ തന്നെ ഇതിനകത്ത് പാള 2 എണ്ണം വീണ് കിടപ്പുണ്ട്. ഞാൻ ആക്ച്വലി ഇതിൻ്റെ അതിൻ്റെ പൊക്കത്ത് കാണിച്ചു കൊടുത്ത് നല്ല വെറൈറ്റി ആയിട്ട് ഞാൻ ഇതിൻ്റെ പൊക്കത്തൊക്കെ കയറി പറിക്കാമെന്ന് വിചാരിച്ചായിരുന്നു. എനിക്കറിയാം ഇപ്പം തന്നെ ചെളിയായി. ഇനി കൂടുതൽ ചെളി ഞാൻ അടിക്കുന്നില്ല. ഓക്കെ. സോ അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം എടുക്കുന്ന പാള. അത് കഴിഞ്ഞ് ഓക്കെ 2 പാള നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗായ്സ്. സോ ബേസിക്കലി ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ട കുറച്ച് ആൾട്രേഷൻ എന്താണെങ്കിലും ചെയ്യേണ്ടി വരും. കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് എന്താണെങ്കിലും ലുലുവിൽ കയറാൻ പറ്റില്ല. ഇപ്പം തന്നെ എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല ലുലുവിൽ കയറാൻ പറ്റുമെന്ന്. നമുക്ക് എന്തായാലും ട്രൈ ചെയ്യാം. കാരണം സ്കൈ ഈസ് ദ ലിമിറ്റ് എന്നാണല്ലോ പണ്ടുള്ള ആരണ്ടൊക്കെ പറഞ്ഞിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ ബേസിക്കലി ഇപ്പം ഇത് ഇവിടെ വെച്ച് നിർത്തിക്കോ. നമുക്കിനി ബാക്കി ഇത് കട്ട് ചെയ്തിട്ട് കാണാം. സോ വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ, ഞാൻ ഈ സാധനം വെട്ടണൊക്കെ കാണിക്കണമെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഇത് വണ്ടി വയ്ക്കാൻ തന്നെ ഭയങ്കര റിസ്ക് ആയിരുന്നു. സോ ഇത്രയും സാധനങ്ങൾ നമ്മളിവിടെ നൈസിന് സെറ്റ് ചെയ്ത് നമ്മൾ വണ്ടിയുടെ അകത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഞാൻ ആക്ച്വലി നമ്മുടെ മെയിൻ പോയിന്റ് ആയിട്ടുള്ള ലുലുവിൽ എത്തുമ്പോൾ കാണിച്ചു തരാം. കാരണം അതായിരിക്കും നല്ലത്. കാരണം ഇതിൽ കൂടുതൽ കാര്യങ്ങൾക്കാരും നമ്മൾ വെറുതെ ടൈം പോകും. സോ ഇനി നമുക്ക് ലുലുവിൽ കാണാം. ഗൈസ്, നമ്മൾ ഫൈനലി നമ്മൾ ലുലുവിലേക്ക് എത്തിയിരിക്കുകയാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം അത്യാവശ്യം നല്ല ട്രാഫിക് ഉണ്ട്. കാരണം എന്ന് പറയുമ്പോൾ ക്രിസ്മസ് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ നോക്കിയാൽ അറിയാം ഞങ്ങളിവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് ഒത്തിരി നേരമായി. ഇവിടെ എനിക്ക് തന്നെ ടൈമില്ലെന്നല്ല ഞാൻ വാച്ച് കിട്ടിയില്ല, സോറി. അതേ അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ക്യാൻഡിഡ് ഇരിപ്പുണ്ട്. നമ്മുടെ ക്യാൻഡിഡ് കമോൺ ക്യാൻഡിഡ് സേ സംതിങ്. ഹൈ ഗൈസ്, വി ഫോർ വിക്ടറി എന്നാണ് നമ്മുടെ ക്യാൻഡിഡേറ്റ് ഉദ്ദേശിക്കുന്നത്. വിക്ടറിയിലേക്ക് തന്നെ നമ്മൾ എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി നമ്മുടെ എന്താ പറയുക അക്ഷമരായിരിക്കുന്ന നിമിഷത്തിലേക്കാണ് നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത്. ലുലു ഇപ്പോൾ തന്നെ എത്തുന്നതായിരിക്കും. ഫൈനലി നമ്മൾ ലുലുവിൻ്റെ അകത്തേക്ക് എത്തിയേക്കുവാണ്. നല്ല റഷ് ഉണ്ട് കേട്ടോ. ഇവിടെ വലിയൊരു റഷാണ്. നമ്മുടെ പാളയൊക്കെ സെറ്റ് ആയിട്ട് പുറകിരിപ്പുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പാള പാർക്ക് ചെയ്യാൻ പറ്റില്ല എന്നാണ് നമുക്ക് അറിയേണ്ട ഒരു കാര്യം. നിങ്ങൾ നോക്കിയറിയാം. ഓക്കെ, നമ്മൾ എന്തായാലും ബേസ്മെന്റിലേക്ക് തന്നെയാണ് പോകുന്നത്. അപ്പോൾ കുഴപ്പമില്ല, നമുക്ക് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഫൈനലി നമ്മൾ ലുലുവിൽ മാറി എത്തിയേക്കുവാണ്. എൻ്റെ സൗണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ലോ ആയിട്ടായിരിക്കും കേൾക്കണം. കാരണം മാസ്ക് ഇട്ടില്ലെങ്കിൽ നമുക്ക് പറ്റില്ല ഒരു കാര്യം ചെയ്യാൻ. സോ അതുകൊണ്ട് തന്നെ നോക്കിയറിയാം നമ്മളിവിടെ പാർക്കിങ്ങിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വേറെ കാര്യങ്ങൾ എന്തൊക്കെ സംഭവിക്കും നമുക്കറിയില്ല. എവിടെ വരെ പോകുമെന്ന് നമുക്കറിയില്ല. ഇത് നമ്മുടെ ഒരു ട്രയൽ മാത്രമാണ്. അത് ഞാൻ ഇപ്പോഴേ പറയുന്നു. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മുടെ പാളയെല്ലാം സെറ്റാണ്. നമുക്ക് ആദ്യത്തെ പാള ആദ്യം ട്രൈ ചെയ്യാം. പാള സെറ്റ് ചെയ്ത് വെച്ചോണ്ടിരിക്കുകയാണ്. Come on, get it, come on. എനിക്കറിയില്ല. ഇനി ഇവിടുന്ന് 200 മീറ്റേഴ്സ് നമ്മുടെ ഫ്രണ്ടിലേക്ക് ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് മാക്സിമം നോക്കാം എവിടെ വരെ എത്തുള്ളൂ. അപ്പോൾ നിനക്ക് അധികം പേഴ്സണലി ഭയങ്കര വെയിറ്റാണ്. അതിലെയാണല്ലേ വേണ്ടത്. സെറ്റിൽ പോയി നമുക്ക് അതിലെയാണ് പോകുന്നത്. നമ്മുടെ ഓൾട്ടർനേറ്റ് പാളയാണ്. അതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല.
പക്ഷെ ഇവിടെ ഒന്നും അധികം ആൾക്കാരുണ്ടാവാ. ഇവരൊരുമാതിരി പണിയാട്ടോ കാണിക്കണത്. ഇത് പറ്റൂല. ഇവര് കൂടെ നിൽക്കാൻ പറഞ്ഞു എനിക്കെന്തോ കോൺഫിഡൻസ് പോകണം. ഗായ്സ് എന്താന്ന് അറിയില്ല, ആരും നമ്മളെ ശ്രദ്ധിക്കുന്നില്ല. നമ്മുടെ ഒരു പട്ടിയുടെ വരെ പോലും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന്. റെഡിയല്ലേ? ഇതിവിടെ കല്ലാണോ വെച്ചിട്ട് പോകുന്നില്ല. നമുക്ക് അവിടെ വരെ എത്താം, പേടിക്കണ്ട. വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലം ചോദിക്കണേ അവിടെ ചെന്നുമ്പോ. ഭയങ്കര വെയിറ്റ് ആണ് കേട്ടോ, രക്ഷയില്ല. പിടിച്ചോ. ഹെൽപ്പ് ചെയ്യാൻ താല്പര്യമുണ്ടോ? നമ്മുടെ ഗൈസ് നമുക്ക് 5 മിനിറ്റ് ബ്രേക്ക് എടുക്കാം. എൻട്രൻസ് ഇപ്പം അടുത്താണ്. കുറച്ച് കഴിഞ്ഞ് നമ്മൾ എന്തായാലും എത്തും. താമസിക്കാതെ നമ്മൾ എത്തുന്നത്. പാർട്ട് 2 സ്വാഗതം. വെള്ളം കുടിക്കാൻ വേണ്ടി ഞാൻ കുറെ കഷ്ടപ്പെട്ടു, നടന്നില്ല. നമ്മുടെ കാൻഡിഡേറ്റ് ഭയങ്കര മോട്ടിവേറ്റഡ് ആയിട്ടാണ് ഹൈ ഒക്കെ കാണിച്ചത്. സെറ്റാണ്. സോ നമ്മുടെ മെയിൻ ഗോൾ ആ കാണുന്ന എൻട്രൻസ് ആണ്. അവിടെ എത്താൻ വേണ്ടി നമ്മൾ മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും. ലെറ്റ്സ് ഗോ. നമ്മുടെ പാളയുടെ അവസ്ഥ നോക്കി ഞാൻ നേരത്തെ ഇങ്ങനെ കാണിച്ചു തന്നിട്ടുണ്ടായത്. കുറച്ചും കൂടി ഒക്കെ ബാക്കിയെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമ്മൾ എന്തായാലും നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ഗോ. പാള കീറിയാണ്. ഓ മൈ ഗോഡ്, നമ്മുടെ പാള കീറിയിരിക്കുവാണ്. നമുക്ക് നമ്മുടെ ഓൾട്ടർനേറ്റീവ് പാളാണ് കുടിക്കുക. സെറ്റാവില്ല. ഇനിയിപ്പോ എന്താ അല്ല, ആ ഒരു വ്യൂ കിട്ടാൻ വേണ്ടിയിടത്തോ. ഫൈനലി നമ്മൾ നമ്മുടെ പാർക്കിങ്ങിന്റെ ഓൾമോസ്റ്റ് അടുത്തെത്തിയിരിക്കുകയാണ്. എൻട്രൻസിന്റെ അവിടെയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇത് പാർക്ക് ചെയ്താൽ മാത്രം മതി. നമ്മുടെ പാറയുടെ അവസ്ഥയൊക്കെ ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഡയറക്റ്റ് വന്നിട്ട് ഇതെങ്ങനെ നമുക്ക് പാർക്ക് ചെയ്യാന്നുള്ള കാര്യം നമുക്ക് ചോദിക്കാം. അതിന് നമുക്ക് ബാക്കിയുള്ള കാര്യത്തിലേക്ക് എത്താവുന്നതാണ്.
ഞങ്ങളിത് പാർക്ക് ചെയ്യാൻ നോക്കണം. നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റില്ല. വീട്ടിൽ പാർക്ക് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഒന്നും പാർക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ ഗൈസ്, നമുക്ക് നൈസിന് സീൻ കിട്ടിയായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇനിയിപ്പോൾ ഇവിടെ കൂടുതൽ വീഡിയോ എടുക്കുന്നില്ല, കാരണം അവർക്കും പ്രോബ്ലംസ് വരുന്നു വിചാരിക്കുന്നു. സോ ഇതാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചത്. നമ്മൾ ഏകദേശം സക്സസ് ആയെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ ഭാഗമൊക്കെ നോക്കി നമുക്ക് അറിയാൻ പറ്റും. നമ്മുടെ ക്യാൻഡിഡേറ്റിന് നിങ്ങൾ എന്താണെങ്കിലും വലിയൊരു അപ്രിസിയേഷൻ കൊടുക്കേണ്ടതാണ്. കാരണം പുള്ളിക്കാരൻ ഒരേ ഒരു വിൽ പവർ കൊണ്ട് മാത്രമാണ് നമ്മൾ ഇത്രത്തോളം എത്തിയത്. നമ്മുടെ ക്യാൻഡിഡേറ്റിന്റെ പേരെന്താണ്? പറയൂ ക്യാൻഡിഡേറ്റ്. വിശാഖ് എന്നാണ് നമ്മുടെ ക്യാൻഡിഡേറ്റിന്റെ പേര്. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്താണെങ്കിലും ഓൾമോസ്റ്റ് അച്ചീവ് ചെയ്തു എന്ന് എനിക്ക് പറയാൻ പറ്റും. പക്ഷേ എന്നാലും കുഴപ്പമില്ല ഗൈസ്, നിങ്ങളുടെ സപ്പോർട്ടും ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇനിയും ഇതേപോലത്തെ ക്രൈസ് ചെയ്യത്തില്ല. എന്നാലും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇതേപോലെ. ഗായ്സ് ആക്ച്വലി നല്ല ഡാർക്ക് സീൻ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും, അവിടുത്തെ സെക്യൂരിറ്റിക്കാരും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഇവിടെ ഇങ്ങനത്തെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് അവർ ഞങ്ങളെ സത്യം പറഞ്ഞാൽ ഞങ്ങളെ ലുലുന്ന് പുറത്താക്കി തന്നെ എനിക്ക് പറയാൻ പറ്റും. നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും, നമ്മളിപ്പോൾ ആക്ച്വലി പാർക്കിങ്ങിൽ നമ്മൾ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ബേസിക്കലി നമ്മുടെ ക്യാൻഡിഡേറ്റാണ് ഈ ഹ്യൂജ് അപ്രിസിയേഷൻ കൊടുക്കേണ്ടത്. പുള്ളിക്കാരന് ആ ഒരു എൻഡിങ്ങിലുള്ള പുള്ളിക്കാരൻ എന്താ പറയേണ്ടത്, പക്കയായിട്ട് നിന്ന് ആ ഒരു കാര്യം തന്നെ വലിയൊരു കാര്യമാണ്. സോ ഇന്ന് നമ്മൾ വേറെയും കുറേ വീഡിയോസ് നമ്മൾ ആക്ച്വലി ലുലുവിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെന്തായാലും നടക്കില്ല. അത് നിങ്ങൾക്ക് ഇപ്പം എന്തായാലും ഊഹിക്കാം, ഈ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് എന്തായാലും ഊഹിക്കാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടുന്ന് ഐസിന് സ്കൂട്ടാവുകയാണ്. സോ അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ.